ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. എന്താണ്? ദശാംശ സംഖ്യകളുടെ വർഗം, സ്ക്വയർ കാണുന്ന വിധം. എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്ന വിധം എങ്ങനെയാണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു ദശാംശ സംഖ്യ നമുക്ക് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ സംഖ്യ? 0.6. ഇതിന്റെ സ്ക്വയർ കാണാനല്ലേ ചോദ്യം. അപ്പൊ ദശാംശ സംഖ്യയുടെ വർഗം കാണാൻ ആദ്യം ദശാംശം കളയുക. അപ്പൊ 0.6ന്റെ ദശാംശം എന്ന് പറഞ്ഞാൽ പോയിന്റ് കളയുമ്പോൾ അത് 6 മാറും. എന്നിട്ട് സ്ക്വയർ കാണുക. 6ന്റെ സ്ക്വയർ 36. ശരിയല്ലേ? ആണ്. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റേ ഉള്ളൂ. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യത്തിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഉത്തരത്തിൽ 2 പോയിന്റ്. സോ ആൻസർ എത്രയാ? 0.36. ഈ 2 പോയിന്റ് ഒന്ന് എണ്ണിയത് ഇവിടുന്ന് കേട്ടോ. ദേ 2 പോയിന്റ്. ഇതൊരു 1 1 2 പോയിന്റ്. കണ്ടോ? 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇട്ടു. അപ്പൊ എങ്ങനെയാണ് ദശാംശ സംഖ്യയുള്ള വർഗം കാണുന്നത്? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. കേൾക്കുന്നുണ്ടല്ലോ? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. 0.7ന്റെ സ്ക്വയർ. ആദ്യം 7ന്റെ സ്ക്വയർ കാണുക. 7ന്റെ സ്ക്വയർ 49. ഓക്കെ, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റ്, അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടണം. അപ്പൊ 0.49. 0.49 എന്ന് എഴുതുമ്പോൾ 2 പോയിന്റ് ആയി. പക്കയാണോ സേട്ടാ? മൂന്നാമത്തേത് 1.3യുടെ സ്ക്വയർ കാണാം. ആദ്യം പോയിന്റ് കളയുക. പോയിന്റ് കളയുമ്പോൾ 13 ആയി. 13ന്റെ സ്ക്വയർ എഴുതുക. 169. കേട്ടല്ലോ? കാണാതെ പഠിച്ചോണേ. 14 ഏതായിരുന്നു? 196. 13 169. ശരി. ഇനി ചോദ്യത്തിൽ ഒരു പോയിന്റേ ഉള്ളൂ. 1.3 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ്. ഉത്തരത്തിൽ 2 പോയിന്റ് ഇടണം. സോ 1.69 എന്ന് പറയും. അല്ലേ? ഈ 2 പോയിന്റ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവണം മക്കളെ? നോക്കിയേ, പോയിന്റുകൾ എണ്ണുന്നത് എങ്ങനെയാ അറിയോ? പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അതാണ് പോയിന്റുകളുടെ എണ്ണം. ഇവിടെ പോയിന്റിന് ശേഷം 2 സംഖ്യയില്ല. അപ്പൊ 2 പോയിന്റുള്ള സംഖ്യയാണെന്ന് അർത്ഥം. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കാണാൻ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കിയാൽ മതി. പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഒരു ദശാംശ സ്ഥാനം, പോയിന്റിന് ശേഷം 2 സംഖ്യ ഉണ്ടെങ്കിൽ 2 ദശാംശ സ്ഥാനം. അതാണ് അതിന്റെ ലോജിക്ക് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 0.12ന്റെ സ്ക്വയർ. ആദ്യം പോയിന്റ് കളയുക. 12. 12ന്റെ സ്ക്വയർ എഴുതുക. 144. ഓക്കെ, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ 2 പോയിന്റ്, ഉത്തരത്തിൽ 4 പോയിന്റ് ഇടണം. അല്ലെ? ഇപ്പൊ ഓൾറെഡി 3 സംഖ്യയല്ലേ ഉള്ളൂ. 4 പോയിന്റ് ഇടാൻ ഒരു 0 കൂടെ ചേർത്ത് പറയണം. 0.0144 എന്ന് കിട്ടും. 0.0144 എന്ന് കിട്ടും.